നമസ്കാരം. മുഖ്യമന്ത്രിയാകാൻ കച്ച കെട്ടിയിരിക്കുന്ന സതീശനെ മാരാമൻ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചതിന് ചരിത്ര സംഭവമെന്ന് പറഞ്ഞു നടക്കുന്ന സംഘാടകർക്ക് കിട്ടിയ മുട്ടൻ പണിയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനമായ നായർ സർവീസ് സൊസൈറ്റി വക കിട്ടിയിരിക്കുന്നത്. തങ്ങളുടെ ഏറെക്കാലത്തെ ശത്രുവായ രമേശ് ചെന്നിത്തലയെ ഇത്തവണത്തെ മന്നം ജയന്തി ആഘോഷങ്ങളിൽ മുഖ്യ പ്രഭാഷകനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായി ചെന്നിത്തല NSSന്റെ ശത്രുവായിരുന്നുവെങ്കിൽ തൽക്കാലം ലൈനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ് NSS. ഇത്തവണ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു തീർത്ത് രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവ് മന്നം ജയന്തിക്ക് മുഖ്യ പ്രഭാഷകനാകുന്നതോടെ കോൺഗ്രസിലെയും UDFിലെയും അധികാര സമവാക്യങ്ങൾ മാറി മറയാനാണ് സാധ്യത കൂടുതൽ. അത് മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ സതീശൻ വിരുദ്ധ നീക്കത്തിന് ശക്തി വർദ്ധിക്കുകയും ചെയ്യുകയാണ്. 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രസ്താവന. വിവാദത്തായതോടെ ഈ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല തന്നെ അന്ന് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ചെന്നിത്തലയും NSSും തമ്മിൽ അകൽച്ചയിലായതും ഇടഞ്ഞതും. പിന്നീട് പരിപാടികൾക്കൊന്നും ചെന്നിത്തലയെ വിളിക്കാതിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പരിഹരിച്ച് വീണ്ടും അവർ രമ്യതയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ശക്തമാവുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും സതീശനും തമ്മിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കൊമ്പ് കോർക്കുമ്പോൾ അതെല്ലാം മാറി നിന്ന് നോക്കുകയാണ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നുമല്ലാതിരുന്ന ചെന്നിത്തല കേരളത്തിലെ UDF തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായി വന്നതും UDFന് കനത്ത വിജയം ലഭിച്ചതും എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു പോലും. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് NSS വഴി തന്നെ ഒരു കനത്ത തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് നമ്മുടെ ചെന്നിത്തല. കോൺഗ്രസിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ച സജീവമാകുന്നതിനിടെയാണ് ജനുവരി 2 മന്നം ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തല മുഖ്യ പ്രഭാഷകനായി എത്തുന്നത്. കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശനോ അതോ ചെന്നിത്തലയോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം. NSS നേതൃത്വത്തിന് രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നതോടെ കേരളത്തിലെ പ്രബല സമുദായമായ NSSന്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിക്കുമെന്നത് ഏറെ ഉറപ്പാണ്. നിലവിൽ മുസ്ലിം ലീഗിന് താല്പര്യവും മറ്റാരോടുമല്ല, ചെന്നിത്തലയോടാണ്. അങ്ങനെയെങ്കിൽ VD സതീശനേക്കാൾ സാമുദായിക പിന്തുണ ചെന്നിത്തലയ്ക്കാണ് ലഭിക്കുക. അതോടെ സതീശന്റെ ആഫീസ് പൂട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.